കെവിൻ, ഋഷി ഇവിടുന്ന് പോയേ പറ്റൂ. അവന്റെ സമ്മതം കിട്ടാതെ നിങ്ങൾ ഇവിടുന്ന് പോവരുത്. ഋഷി, നീ വിട്ടോടാ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അത് മതി. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഞങ്ങളൊക്കെ നിന്റെ കൂടെയുണ്ട്. അമ്മ പറയുന്നതനുസരിക്ക്. ഋഷി, ശരി, ഞാൻ പൊയ്ക്കോളാം. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. എന്ത്? ഒരു MLA-യുടെ ഭർത്താവാണ് ഞാനെന്ന്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നക്ഷത്രമാണ് എന്റെ അടുത്ത് നിൽക്കുന്നതെന്ന്. ഒന്ന് പോകുന്നു. ഞാൻ സത്യം പറഞ്ഞു ദേവി. ഞാൻ എന്നും കാണുന്ന ദേവിയാണെന്ന മട്ടിൽ വലിയ ബഹുമാനമൊന്നും ഇല്ലാതെ ഞാൻ നിന്നെ. ഇടി വാങ്ങിക്കുവേ. ഞാൻ ഇന്നും എന്റെ നന്ദുവിന്റെ ദേവി തന്നെയാ. ജീവനുള്ളിടത്തോളം അതങ്ങനെ തന്നെ ആയിരിക്കും. ചേച്ചി, ഇതെന്താ ഇത്? കിടക്കുന്നില്ലേ? മണി എത്രയായെന്നറിയോ? നീ കിടന്നോ? ഞാൻ കിടന്നോളാം. ചേച്ചി വന്നേ, വന്ന് കിടക്ക്. വീട് ശാരി. എനിക്ക് മനസ്സിലായി, നന്ദേട്ടനെ കുറിച്ചുള്ള ആലോചനയല്ലേ? ചേച്ചി, ചേച്ചി വീണ്ടും പഴയ ദേവിക ആവുമല്ലേ? നന്ദേട്ടനൊരു ഇഷ്യൂ വന്നപ്പോ ചേച്ചി കട്ടയ്ക്ക് കൂടെ നിന്നു. ചന്ദ്രോത്ത് പോയി എല്ലാരെയും കൂട്ടി യോജിപ്പിച്ചു. അതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ. അതിനപ്പുറത്തേക്ക് വേണ്ട ചേച്ചി. അതിനപ്പുറത്തേക്ക് പോയെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ചേച്ചിയുടെ രീതികളും മുഖവും ഒക്കെ അത് പറയുന്നു. ചേച്ചിക്ക് മാറ്റം വന്ന് തുടങ്ങുന്നു. ചേച്ചിതേ, ചേച്ചി ചേച്ചിയുടെ വ്യക്തിത്വം മനസ്സിലാക്കി അതിലങ്ങ് ഉറച്ചു നിന്നപ്പോ നന്ദേട്ടനും പ്രഭാന്റിയും ഒക്കെ ചേച്ചി ബഹുമാനിക്കുന്നു അല്ലേ? കിട്ടിയ വില കളഞ്ഞു കുളിക്കല്ലേ? പഴയ കണ്ണീർ ദേവി ആവല്ലേ? മോളെ, ഞാൻ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണീർ ദേവിക മനുഷ്യരല്ലേ, കരയും ചിരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ഞാൻ ഇനി കരയില്ല. അത് മതി. നീ ചെന്ന് കിടന്നോ, ഞാൻ വരാം. ആ, കുറച്ച് വെള്ളം എടുക്കട്ടെ. ഹലോ എസ്തപ്പൻ ചേട്ടാ. ആ മോളെ, തിരക്കിലാണോ? ഇല്ല, ചേട്ടൻ പറഞ്ഞു. അല്ല മോളെ, നന്ദസാറിന് വല്ലാതെ പനിക്കുന്നുണ്ട്. ചെറിയൊരു ജലദോഷമായി തുടങ്ങിയത് പെട്ടെന്ന് കൂടി. പനി വല്ലാതെ കടുത്തുപോയി. പനിച്ചു വിറകിയ. അയ്യോ. അല്ല, ഞാൻ നെറ്റി തുണിയൊക്കെ നനച്ചിട്ടു. നാടൻ കഷായം തയ്യാറായി. പക്ഷെ പനി വളരെ കൂടുതലാ. ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഏയ്, അതൊന്നും വേണ്ട ചേട്ടാ. ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ഓ ശരി മോളെ. ആ മോളെ, എന്താ വേണ്ടെന്ന് വെച്ചാ മോള് ചെയ്. അച്ഛൻ പിന്നെ വിളിക്കാം. അതെന്താ സിദ്ധു, നന്ദൻ അസുഖമാണെന്ന കാര്യം എന്നോട് മറച്ചു വെച്ചത്? ആ, ഇപ്പൊ ഞാൻ പറഞ്ഞതൊരു അബദ്ധമായല്ലോ. എന്റെ പ്രഭ അസുഖം പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ഒരു ചെറിയ ജലദോഷം, പിന്നെ കുറച്ച് പനിയുടെ ലക്ഷണങ്ങളും. മുമ്പൊക്കെ എല്ലാവർക്കും മാസത്തിലൊരു പനിയും ജലദോഷമൊക്കെ വരാറില്ലേ? അതുപോലെ
പറഞ്ഞു പറഞ്ഞ് സിദ്ധു നന്ദന്റെ അസുഖത്തിന്റെ വേല കുറയ്ക്കണ്ട. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ദേവികയുടെ കൂടെ അവന്റെ താമസ സ്ഥലം വരെ പോകുമായിരുന്നു. അമ്മോ, അവനൊരു അസുഖവും ഇല്ല. ജലദോഷം ഒരു വലിയ അസുഖമായിട്ട് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ചെറിയ ജലദോഷവും പനിയും ഒക്കെയാ ഒടുക്ക് ഓരോ മഹാരോഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. ഏതായാലും ദേവിക അങ്ങോട്ട് പോയിരിക്കല്ലേ, അവള് വരട്ടെ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അറിയാലോ. സിദ്ധു, ആ ഒരു കാര്യം. എന്താ? വീട്ടിൽ പിണക്കങ്ങൾ ഏതാണ്ടല്ലോ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ നന്ദനോടൊപ്പം ദേവികയെ ഇങ്ങോട്ട് വരത്തില്ലേ? നമുക്ക് ആ വിഷയം വിടാം. എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല സിദ്ധു. എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയാം. ദേവിക വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിരീഷേട്ടന് ബുദ്ധിമുട്ടായോ? എന്തിന്? കാർ ഓടിക്കുന്നതാണോ? അതല്ല, ഇത്രയും ദൂരല്ലേ. അത്യാവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടല്ലേ ഗിരീഷേട്ടൻ വന്നത്. എന്തായാലും ഒരു MLA-യുടെ അത്ര അത്യാവശ്യമൊന്നും എനിക്കില്ല. പിന്നെ എന്റെ അളിയനെ കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. മുരളേട്ടനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുക. സെക്രട്ടേറിയറ്റില് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് വിട്, നമുക്ക് നന്ദന്റെ കാര്യങ്ങൾ നോക്കാം. സാധാരണ നന്ദുവിന് അങ്ങനെ പനിയൊന്നും വരാറില്ല. ഹെൽത്തിയാ. ഒരു ചെറിയ അസുഖം വന്നത് ദേവിക ചിന്തിച്ച് വലുതാക്കണ്ട. അല്ല, എസ്തപ്പൻ ചേട്ടൻ അത്ര നിസ്സാരമായിട്ടല്ല അത് പറഞ്ഞത്. കടുത്ത പനിയായിരിക്കും. നന്ദനെ സിറ്റിയിൽ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. അതിലൊരു റിസ്ക് ഉണ്ട്. നന്ദുവിനെ ആരെങ്കിലും നോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാ. നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും മരുന്ന് വാങ്ങാം. പിന്നെ കുറയുന്നില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വരുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിക്കാം. നന്ദന്റെ ആരോഗ്യം ഇപ്പൊ പ്രധാനം. അതെ. കുടുംബം എന്ന് പറഞ്ഞ ഇതാ. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു തുമ്മലോ ജലദോഷമോ വന്നാൽ ടെൻഷനാവും. ദേവികയെ പോലെ. അല്ല, എത്ര പിണങ്ങിയാലും ദേവികയും നന്ദനും അത്രയും ആത്മബന്ധമുള്ളവരാ. എന്താ, ശരിയല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, നന്ദന് ചെറിയൊരു പനി വന്നു എന്ന് കേട്ടപ്പോ തന്നെ ദേവികയുടെ സമാധാനം പോയി. എന്തൊക്കെ സംഭവിച്ചാലും ദേവികയ്ക്ക് നന്ദനെ വിട്ടൊരു ജീവിതം ഇല്ലാന്ന് മനസ്സിലായി. എന്താ ദേവിക, ഞാൻ പറഞ്ഞു ശരിയല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് എനിക്കങ്ങനെ തോന്നുന്നു. നന്ദനെ വിട്ട് ദേവികയ്ക്കോ ദേവികയെ വിട്ട് നന്ദനോ ഒരു ജീവിതവും ഇല്ല. എവിടെയോ എന്തോ ഒരു കുഴപ്പം, ഒരു ഫൗള്. നിനക്ക് സ്മെല് ചെയ്യുന്നില്ലേ? മനസ്സിലായില്ല. നിന്ന നിൽപ്പിൽ ഋഷി വിദേശത്തേക്ക് പോകുന്നു. നമ്മളെ അത് വിളിച്ചറിയിക്കുന്നു. ആകെ ഒരു പുകമറ നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ? വല്ല അവര് പറയുന്ന കേട്ടപ്പോ എനിക്ക് സംശയം തോന്നിയില്ല. അവര് പറഞ്ഞത് കേട്ടപ്പോഴാ എനിക്ക് സംശയം തുടങ്ങിയത്. ഞാൻ ഉറപ്പിച്ച് പറയാം, നന്ദൻ എവിടെയാണെന്ന് അവർക്കറിയാം. ഋഷിയെ നാട്ടിൽ നിന്ന് മാറ്റുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കിയ പിന്നെ നമ്മൾ ഋഷിയുടെ പുറകെ തെളിവും തേടി നടക്കില്ല. നന്ദനെ കാണാതായതിലെ ഉത്തരവാദിത്തം മുഴുവൻ നമ്മുടെ മണ്ടയ്ക്കായിരിക്കും വന്ന് വീഴുന്നത്. അല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നാടകമൊക്കെ അവനെ അവർ നടത്തുന്നത്. ഋഷി എങ്ങോട്ടും പോവില്ല.
അവനെ ഇനി അവരുടെ രക്ഷാവലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ അരുന്ധതി സമ്മതിക്കൂല. ഇതിപ്പോ നമ്മുടെ കണ്ണു മൂടിക്കെട്ടാനുള്ള ഒരു തന്ത്രമാണ്. അന്വേഷണത്തിന്റെ കുന്തമുന നമുക്ക് നേരെ തിരിക്കണം. നീ പറയുന്നത് കേൾക്കുമ്പോ ഇപ്പൊ എനിക്ക് അവരുടെ നീക്കങ്ങളിൽ സംശയം വരുന്നു. ആ അമ്മയും മോനെയും കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ ലക്ഷ്യം ചന്ദ്രോത്തായിരുന്നു. അതേതാണ്ട് സാധിച്ചു. അവരുടെ പക തീർന്നു. ഇനി മോന്റെ തടി രക്ഷിക്കണം. അതേ ഉള്ളൂ ഇപ്പൊ അരുന്ധതിയുടെ മനസ്സിൽ. കെവിനെ, അവര് മനസ്സിൽ കാണുന്നത് നമ്മൾ മാനത്ത് കാണണം. ഋഷി ഫ്ലൈറ്റ് കയറി എന്നുള്ളതും ദുബായിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതും നമ്മൾ ഉറപ്പാക്കണം. ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് വാങ്ങണം. എയർപോർട്ടിൽ എനിക്ക് ആളുണ്ട്, ഞാനത് നോക്കിക്കോളാം. കഴിയുന്നതും നീ എയർപോർട്ടിന്റെ പരിസരത്തുണ്ടാവണം. അകന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ഞാൻ ഫ്ലൈറ്റ് നമ്പരും മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. അത് എയർപോർട്ടിലെ നിന്റെ ആൾക്ക് കൈമാറിയാൽ മതിയല്ലോ. അത് ചെയ്യാം. അവൻ ആ ഫ്ലൈറ്റിൽ പോകുന്നില്ലെങ്കിൽ കെവിനെ ഉറപ്പാ ഇത് നമ്മളെ ചുരുട്ടാനുള്ള അരുന്ധതിയുടെ ഗെയിമാ. അങ്ങനെയൊക്കെയാണ് അവര് മനസ്സിൽ കാണുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല. തീർക്കും ഞാൻ അവരെ. നന്ദനെ കാണാതെ ഭ്രാന്ത് കയറി നടക്കുക ഞാൻ. അതിനിടയിൽ ഇങ്ങനൊരു ചതിയും കൂടി ആയാ അതവരുടെ അവസാനോ. ചേട്ടാ, എങ്ങനെയുണ്ട് നന്ദോന്? നല്ല പനിയുണ്ട്. മോള് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് എഴുതിയിരിക്കുക. ആ ഏലിയാമ്മച്ചി ചുക്കാപ്പിയും കഷായം കൊടുത്തിട്ടുണ്ട്. ഗിരീഷ് ചേട്ടനെ ഓർമ്മയില്ലേ? പിന്നെ ഗിരീഷ് സാറിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഇങ്ങനെയൊക്കെയല്ലേ ഒന്ന് കാണാൻ പറ്റൂ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. അത്രയ്ക്ക് ഭയപ്പെടേണ്ട രീതിയിലുള്ള പനിയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഈ രോഗം വരുന്ന ഏത് രൂപത്തിലാണെന്ന് ആർക്കറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് റെം ഒരു അടിച്ചാ ഒരു പനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. മാഷുവാ, വേണ്ട, ഇതിനൊരു വല്ലാത്ത കയ്പ്. ഇങ്ങനെ പറ്റില്ല. ഇത്തിരി കഞ്ഞി കുടിക്കാവോ? വേണ്ട അമ്മച്ചി, എനിക്ക് ദേവിയെ കാണണം. ആ ദേ മോള് വന്നു. ദേവി, എന്താ പറ്റിയ നന്ദു? ദേവിക മോളെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ദേ കാപ്പി പോലും കുടിക്കുന്നില്ല. കുറച്ച് കഷായമൊക്കെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. എന്താ? ഗിരീഷേട്ടനുണ്ടായിരുന്നോ? ആ, നീ ഇങ്ങനെ നാട് വിട്ട് ഒളിവിൽ കഴിയുമ്പോ ഒന്ന് വന്ന് കാണണമല്ലോ. എന്താടാ, നിനക്ക് വയ്യാന്ന് പറഞ്ഞു? ഒരു സുഖമില്ലാത്ത പോലെ. പനിയാന്ന ഇവര് പറയുന്നേ. നല്ല പനിയുണ്ട് ഗിരീഷേട്ടാ, ഞാൻ ടാബ്ലറ്റ് കൊടുക്കാം. ദേവിക, ആശുപത്രി കൊണ്ടുപോകുന്നല്ലേ നല്ലത്. വേണ്ട, എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട.
നന്ദു ഡോക്ടറെ വിളിച്ച് ചോദിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ട്, അത് കഴിക്കേ. മരുന്ന് വേണ്ട. ആ പിന്നെ മരുന്ന് കഴിക്കാതെ എങ്ങനെയാ അസുഖം മാറണ്ടേ? ഇത്രയും ദൂരം ഞങ്ങൾ വന്നത് വെറുതെ ആയോ? മെഡിസിൻ എടുക്കാതിരുന്നാ ശരിയാവില്ല. എനിക്ക് മരുന്നൊന്നും വേണ്ട ദേവി. നീ എന്താടേ പറയുന്നത്? ഇതേ കൊച്ചുകുട്ടികളെ പോലെ വാശി കാണിക്കല്ലേ. രാവിലെ വരുമ്പോൾ മെഡിക്കൽ ഷോപ്പൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദേവിക ബന്ധം വെച്ച് ആളെ വരുത്തി തുറന്നെടുപ്പിക്കുകയായിരുന്നു. ദേവി, കുറച്ചേരം ഇവിടെ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ഞാൻ മരുന്ന് കഴിച്ചോളാം. അത് പറ. ഇനി എത്ര വേണേലും മരുന്ന് കഴിച്ചോളൂ. കാണാൻ കാത്തിരുന്ന ആൾ അടുത്ത് വന്നല്ലോ. എന്നാ പിന്നെ എസ്തപ്പൻ ചേട്ടാ, നമുക്ക് പുറത്ത് കാറ്റും കൊണ്ടിരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് സംസാരിച്ച് പനിയൊക്കെ ഒന്ന് മാറ്റട്ടെ. അത് നേരാ. എലിയോച്ചി ഓ നല്ല സ്ട്രോങ് ചായ രണ്ടെണ്ണം എടുത്തു. ദേ ഇപ്പൊ കൊണ്ടുവരാം. അമ്മച്ചി കഞ്ഞി ഉണ്ടെങ്കിൽ എടുത്തോ, ആഹാരം കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാം. ഓ ശരി മോളെ. ദേവി, എന്താ നന്ദു? ഇപ്പൊ എനിക്കൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. നീങ്ങി വാ. ദേവി, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. സംസാരമൊക്കെ ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ചിട്ട്. മറ്റെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തല്ലോ? ഓ മാഡം, ഇന്ന് രാത്രിയാ ഫ്ലൈറ്റ്. സിപി, വീട് മുതൽ എയർപോർട്ട് വരെയുള്ള യാത്ര വളരെ റിസ്കാ. നന്ദന്റെ കൂട്ടുകാരുടെ പരിചയക്കാരുടെ കണ്ണിൽ പെട്ടാ പിന്നെ തീർന്നു. അറിയാം മാഡം. പിന്നെ ഋഷിക്കെതിരെ കേസൊന്നും ഇല്ലാത്തോണ്ട് എമിഗ്രേഷനിൽ പ്രശ്നമൊന്നുമില്ല. ഡിപ്പാർച്ചറിനകത്ത് കയറിയാൽ തന്നെ പകുതി സേഫാ. മാഡം ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട. ഋഷിയെ ഫ്ലൈറ്റ് കയറ്റി വിടുന്നവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റു. ദേവിക വരട്ടാനായിട്ട് പറഞ്ഞതായാലും സത്യമായിട്ടാണെങ്കിലും നമ്മൾ നല്ല കരുതലോടെ വേണം മുന്നോട്ട് പോവാൻ. സിപിക്ക് അറിയാലോ, ഋഷി മരിച്ചു ജീവിച്ച ആളാ. വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ കൂടെ ഇരുന്ന വളർത്തിയെ. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അവനെപ്പറ്റി. മക്കള് വിചാരിച്ച രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെന്തുണ്ടായിട്ടെന്താ? മാഡം വിഷമിക്കാതെ. വിദേശത്തൊക്കെ പോയി അവിടെ ഒരു ജോലിയിലൊക്കെ കയറി മിടുക്കനായി വരും ഋഷി. മോനെ, ദാ ടിക്കറ്റും വിസയും ഒക്കെ റെഡിയായിട്ടുണ്ട്. രാത്രിയാണ് ഫ്ലൈറ്റ്. നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. പറ്റില്ലമ്മേ, എന്താ? എനിക്ക് ഈ നാട് വിട്ട് പോകാൻ തോന്നുന്നില്ല. ഋഷി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീയായിട്ടുണ്ടാക്കി വെച്ച കുഴപ്പങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാൻ നോക്കുക ഞാൻ. അപ്പൊ വാശിയും കാണിച്ച് നിന്നാലുണ്ടല്ലോ അകത്ത് കിടക്കേണ്ടി വരും. അകത്ത് കിടക്കുന്നത് ഈ നാട്ടിലല്ലേ, ഞാൻ കിടന്നോളാം. എടാ ഋഷി, നീ എന്തായി പറയുന്നേ? മാഡം
ടെൻഷൻ ആവണ്ട. കൊച്ചുകുട്ടിയല്ലേ ഋഷി. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയില്ല. ഋഷി, നീ വിദേശത്ത് പോയില്ലെങ്കിൽ നീ മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത്, എല്ലാവരും പെടും. പ്രധാനമായും ജയിലിലാവാൻ പോകുന്നത് മാഡം ആയിരിക്കും, നിന്റെ അമ്മ. അമ്മ എന്തിനാ ജയിലിൽ പോന്നെ? എന്തിനാണെന്നോ? ക്രിമിനൽ ഗൂഢാലോചനയാ, പിള്ളേരുകളെ അല്ല. പോലീസ് ജീപ്പ് വന്ന് മാഡത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ജയിലിലടയ്ക്കും. മോനൊന്ന് ആലോചിച്ചു നോക്ക്. ജയിൽ യൂണിഫോം ഇട്ട് മാഡം സെല്ലി കിടക്കുന്നത്, കൂടെ കിടക്കുന്നവർ പോക്കറ്റടിക്കാരികളും കള്ളികളും വൃത്തികെട്ട പ്രവൃത്തികൾക്ക് അറസ്റ്റിലായി വരും. അവരോടൊപ്പം വേണം ആഹാരത്തിന് പാത്രവും പിടിച്ച് ക്യൂ നിൽക്കാൻ, കുളിക്കാൻ. അവർ പരിഹസിക്കും, തല്ലും. മതി, ഒന്ന് നിർത്തങ്ങളെ. നിന്നെ വിഷമിപ്പിക്കാനല്ല, നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നീ ഈ രാജ്യം വിട്ടാ നീയും മാഡവും ഒരുപോലെ സേഫാ. മോനെ, CP പറഞ്ഞതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാ. പക്ഷെ ഞാൻ വേണമെങ്കിൽ ജയിലിൽ കിടന്നോളാം, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ നിനക്ക് എന്തെങ്കിലും പറ്റിയ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ലടാ. ദേ, അടുത്ത നിമിഷം ഞാൻ ജീവനൊടുക്കും. അമ്മേ, സത്യം, അതിലൊരു മാറ്റമില്ല. ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. മിടുക്കൻ. എന്നാ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ. നീ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്താൽ മതി, ബാക്കിയൊക്കെ അവിടുന്ന് വാങ്ങാം. നീ എത്തി 2 ആഴ്ച കഴിയുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് വരും. ശരി.